ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രാമ ഹിഡൻ ലവ് ആണ്. ഹിഡൻ ലവിലെ ഫസ്റ്റ് എപ്പിസോഡാണ് സ്റ്റാർട്ടാക്കുന്നത്. ഈ ഡ്രാമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് റൊമാൻസും പിന്നെ കുറച്ച് കോമഡിയുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രാമയാണ്. എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രാമയാണ്. ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഡ്രാമയിലെ നായികയായ സങ്ഷി ഒരു കാറിൻ്റെ അടുത്തേക്ക് പോയി ആ കിറ്റി എടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ സങ്ഷി ആ കിറ്റിയെ എടുക്കുമ്പോഴാണ് നിന്നെ ഞാൻ പിന്നെയും കണ്ടല്ലോ എന്ന് പറഞ്ഞ് സങ്ഷിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത്. ഈ സങ്ഷിയുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ കഥയിലെ ഹീറോ. ഇവൻ്റെ പേരാണ് ഡുവാൻ. പിന്നെ നേരെ കാണിക്കുന്നത് ഒരു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സങ്ഷിയെയാണ്. അവളുടെ ചെറുപ്പകാലത്തേക്ക് അവൾ ക്ലാസ്സിലിരുന്ന് എവിടേക്കോ നോക്കുകയാണ്. അപ്പോഴാണ് സങ്ഷിയെ ക്ലാസ് സാർ വിളിച്ച് എണീപ്പിക്കുന്നത്. എന്നിട്ട് സങ്ഷിയോട് പറയുന്നുണ്ട്, നീ ഇവിടേക്ക് സ്കൂൾ മാറി വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. നീ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ എവിടേക്കാണ് നോക്കുന്നത് എന്ന് സങ്ഷിയോട് ചോദിക്കുമ്പോൾ സങ്ഷി പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് സാർ എന്നെല്ലാം പറഞ്ഞിട്ടും സാറിന് ഒട്ടും തന്നെ വിശ്വാസമാകുന്നില്ല. സാർ പറയുന്നുണ്ട്, ഇത് പല തവണയായി നിന്നോട് ഞാൻ പറയുന്നത്, നാളെ വരുമ്പോൾ നിന്റെ പാരൻസിനെ കൂട്ടി ഇവിടേക്ക് വന്നാൽ മതി എന്നെല്ലാം സങ്ഷിയോട് സാർ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് അവിടെ ഇരുന്ന് കുട്ടികളൊന്നായി ചിരിക്കുകയാണ്. കാരണം ഈ മാസം സങ്ഷിയുടെ പാരൻസ് 3ാമത്തെ തവണയാണ് വരാൻ പോകുന്നത്. അങ്ങനെ സങ്ഷി അച്ഛനെ അമ്മയെ വിളിക്കാതെ നേരെ പാരൻസായി വരാനായി ചേട്ടനോട് മെസ്സേജ് അയക്കുകയാണ്. ചേട്ടനോട് ഇവിടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല. അതെല്ലാം കേൾക്കുന്ന സങ്ഷിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ സങ്ഷി ഒന്ന് പേടിച്ചാണെങ്കിൽ വീട്ടിലേക്ക് അമ്മയോട് പറയാനായി പോകുമ്പോഴാണ് അമ്മ സങ്ഷിയുടെ കയ്യിൽ ഫ്രൂട്ട്സ് കൊടുത്തിട്ട്, ചേട്ടൻ മേലെയുണ്ട്, നീ പോയി ചേട്ടന് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ കൊടുക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് സങ്ഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം ചേട്ടൻ വന്നല്ലോ, ഇനി പറയാൻ ചേട്ടനായി എന്നുള്ള ധൈര്യം കാരണം സങ്ഷി ഓടിപ്പോകുന്നുണ്ട് ചേട്ടൻ്റെ അടുത്തേക്ക്. അങ്ങനെ സങ്ഷി നേരെ റൂമിലേക്ക് പോകുമ്പോഴാണ് ചേട്ടന് പകരം അവിടെ ഡുവാൻ ഇരിക്കുന്നത് കാണുന്നത്. പക്ഷേ സങ്ഷിക്ക് മനസ്സിൽ ചിന്ത വന്നത്, ചേട്ടൻ പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്ത് ഇത്ര ഭംഗി വെച്ചോ എന്നെല്ലാം റൗട്ടടിച്ച സങ്ഷിയാണെങ്കിൽ നേരെ ഡുവാനോട് അത് ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് ഡുവാന് ഒരുപാട് ചിരിയാണ് തോന്നുന്നത്. പക്ഷേ അതേ നേരം സങ്ഷിയുടെ ചേട്ടൻ വന്ന് സങ്ഷിയെ ബാക്കിൽ നിന്ന് പേടിപ്പിച്ചുകൊണ്ട്, ലിറ്റിൽ ഡീമൻ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സങ്ഷി ചേട്ടനെ കണ്ടയുടൻ സങ്ഷി ഓടിപ്പോയി ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഞാനൊന്നും വരുന്നില്ല, ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞിട്ടില്ലേ വരില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട ഡുവാനാണെങ്കിൽ നേരെ സങ്ഷിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണ് വരേണ്ടത്? അപ്പോൾ സങ്ഷി പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ടീച്ചർ പാരൻസിനെ കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം ഞാൻ 3ാമത്തെ തവണയാണ് പാരൻസിനെ വിളിക്കുന്നത്. ഇനിയും വിളിച്ചാൽ എനിക്ക് അമ്മയോട് നല്ല വഴക്ക് കിട്ടും. ചേട്ടൻ ഒന്ന് വരാൻ കഴിയുമോ എന്ന് നോക്കൂ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, ഞാനോ? അപ്പോൾ സങ്ഷി പറയുന്നുണ്ട്, അതെ, എൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് വന്നാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം സങ്ഷിയുടെ ചേട്ടനായ യങ് വന്ന് പറയുന്നുണ്ട്, നീ വീണ്ടും ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ പ്രശ്നമുണ്ടാക്കിക്കോ. അതെല്ലാം ചീത്ത പറഞ്ഞു കേട്ട് സങ്ഷി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ യങ് പറയുന്നുണ്ട്, നേരത്തെ ഇപ്പോൾ തന്നെ അമ്മ വരും, അമ്മ വന്ന് എന്നെ അടിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ കരയുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും സങ്ഷി നിർത്താതെ കരയുകയാണ്. സങ്ഷിയുടെ കരച്ചിൽ കേട്ട അമ്മ ഓടി വരുന്നുണ്ട് അവിടേക്ക്. എന്താണ് സങ്ഷി നിനക്ക് പറ്റിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ സങ്ഷി പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ ഈ റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ് അടിച്ചു എന്നെല്ലാം പറയുന്ന കേൾക്കുന്ന ചേട്ടന് അപ്പോൾ തന്നെ കലിയെളുകുന്നുണ്ട്. അമ്മ നേരെ ചെവി പിടിച്ച് ചേട്ടനെ പുറത്തേക്ക് കൊണ്ടുപോയി അടിക്കുന്നുണ്ട്. അതേസമയം ഡുവാൻ ഇവിടെ നിന്ന് പോവുകയാണ് അമ്മേ എന്നെല്ലാം അമ്മയോട് പറഞ്ഞ് ഡുവാൻ അവിടെ നിന്ന് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ സങ്ഷി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇത്ര തിരക്ക് എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, വേണ്ട അമ്മേ, എനിക്ക് പാർട്ട് ടൈമായി ജോബ് ചെയ്യാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ അവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ട്.
പക്ഷേ സംക്ഷി ഡുവാൻ പോകുന്ന പിറകെ പോയിട്ട് നിങ്ങൾ എൻ്റെ സ്കൂളിലേക്ക് വരോ ചേട്ടാ എന്നെല്ലാം ഡുവാനോട് ചോദിക്കുമ്പോൾ ഡുവാൻ എൻ്റെ സ്കൂൾ ഏതാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. സംക്ഷി മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും ഡുവാൻ പറയുന്നുണ്ട് വരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, ക്ലാസ്സും കഴിഞ്ഞ് എനിക്ക് ജോബിനും പോകാനുണ്ട്, അതെല്ലാം കഴിഞ്ഞ് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ടു വന്ന സംക്ഷിയുടെ ചേട്ടനായ യങ് പറയുന്നുണ്ട് ഈ ലിറ്റിൽ ഡീമൻ്റെ വാക്കൊന്നും കേൾക്കാതെ നീ ഇങ്ങോട്ടേക്ക് പോര് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് സംക്ഷിക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് നേരെ 4-5 വർഷത്തിന് ശേഷം നമ്മുടെ സംക്ഷി വലുതായി ഉറങ്ങി എഴുന്നേൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ സംക്ഷി നേരെ സ്കൂളിലേക്ക് പോകാനായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് അവളുടെ ചേട്ടൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ചേട്ടനെ കണ്ട് സംക്ഷി ഒട്ടും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നടന്നു പോകുകയാണ്. കാരണം ചേട്ടൻ കുറേ വർഷത്തിന് ശേഷമായിരുന്നു പിന്നെ അവിടേക്ക് വന്നിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വഴക്കിടലായിരുന്നു. സംക്ഷി യങ് പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ അവളുടെ പരിഭവമെല്ലാം പുറത്ത് കാണിക്കുകയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് യങ് പറയുന്നത് ഞാൻ ഇവിടേക്ക് സ്ഥലം മാറുന്നുണ്ട്, എനിക്ക് അച്ഛൻ്റെ കാറ് വേണം, ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുവരണം. അപ്പോൾ സംക്ഷി പറയുന്നുണ്ട് ഞാനും അവിടെയെല്ലാം കാണാൻ വരും. അപ്പോൾ യങ് പറയുന്നുണ്ട് എന്തിനാണ് നീ വരുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ സംക്ഷി വാശി പിടിച്ച് എനിക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് യങ്ങിനോട് പാവമല്ലേ ചെറുതല്ലേ അവൾ കൂടി വന്നോട്ടെ. അങ്ങനെ എങ്ങനെയൊക്കെയോ യങ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ക്ലാസ്സിലെല്ലാം പോയി ക്ലാസ് കഴിഞ്ഞപ്പോൾ സംക്ഷി നേരെ യങ്ങിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ യങ് പറയുന്നുണ്ട് ഞാൻ നിനക്ക് സ്ഥലം പറഞ്ഞു തരാം, പക്ഷേ നിന്നെ കൂട്ടാനായി എനിക്ക് വരാൻ കഴിയില്ല, ഞാനിവിടെ ജോലി ചെയ്യുകയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് സംക്ഷിക്ക് സ്ഥലമെല്ലാം പറഞ്ഞു കൊടുത്ത് അവളോട് അങ്ങോട്ട് വരാൻ യങ് പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് വരുമ്പോഴായിരുന്നു ആ കാറിൽ ഒരു ടോയിയെ കാണുന്നത്. ആ ടോയിയെ കണ്ടയുടൻ സംക്ഷി നേരെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അത് എടുത്ത് തിരിയുമ്പോഴാണ് നിന്നെ ഞാൻ വീണ്ടും കണ്ടു എന്ന ശബ്ദം കേട്ട് തിരിയുമ്പോഴാണ് അവൾ നേരെ ഡുവാനെ കാണുന്നത്. ഡുവാനെ അവളെ കണ്ടയുടൻ മനസ്സിലാകുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നീ ലിറ്റിൽ ഗേളല്ലേ. അപ്പോൾ അവൾ തിരിച്ചു പറയുന്നുണ്ട് ഞാൻ ഇനി ലിറ്റിൽ ഗേളൊന്നുമല്ല, ഇപ്പോൾ ഞാൻ വലുതായിട്ടുണ്ട് എന്നെല്ലാം ഡുവാനോട് സംക്ഷി പറയുന്നുണ്ട്. പക്ഷേ ഡുവാനെ കണ്ട ആ ഒരു നെട്ടൽ സംക്ഷിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ സംശയെ കേട്ടി നേരിടുവാൻ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഡുവാൻ സംശയോട് പറഞ്ഞിരുന്നു ആ ടോയി നിനക്കിഷ്ടമായെങ്കിൽ നീയും എടുത്തോ എന്നെല്ലാം പറഞ്ഞ് അത് സംശയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ റൂമിലേക്ക് വന്നു നോക്കുമ്പോൾ സംക്ഷിയുടെ ചേട്ടൻ ഫോണിൽ കളിച്ചിരിക്കുന്നത് കണ്ട് സംക്ഷിക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നെ നീ അവിടെ നിന്ന് ഇവിടെ വരെ നടത്തിച്ചില്ലേ, നിനക്കൊന്നും എന്നെ വിളിക്കാൻ വന്നൂടെ എന്നെല്ലാം പറഞ്ഞ് സംക്ഷി വഴക്കിടുകയാണ് ചേട്ടനോട്. എന്നിട്ട് സംക്ഷി നേരെ ഡുവാൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് എനിക്കൊരു സെമിനാർ ചെയ്യാനുണ്ട്, പക്ഷേ എനിക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നീ എന്നെ ഹെൽപ്പാക്കുമോ എന്നെല്ലാം ഡുവാനോട് ചോദിക്കുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട് ഓ ഹെൽപ്പാക്കാമല്ലോ, പക്ഷെ നിൻ്റെ ചേട്ടനില്ലേ ഇവിടെ. അപ്പോൾ സംക്ഷി തല താത്തിക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും ചേട്ടൻ അനുസരിക്കില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി എന്നെല്ലാം സംക്ഷി ഡുവാനോട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഡുവാൻ പറയുന്നുണ്ട് ഞാൻ പോട്ടെ എന്നെല്ലാം പറഞ്ഞ് പോകുമ്പോൾ സംക്ഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് തിരക്കിട്ട് പോകുന്നത്. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട് എനിക്ക് പാർട്ട് ടൈമായി ജോബ് ചെയ്യാനുണ്ട്, ഞാൻ പോകട്ടെ എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജോബെല്ലാം കഴിഞ്ഞു വന്ന ഡുവാനെ നേരെ സംക്ഷി വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ ബെഡിൽ എൻ്റെ ബുക്സ് വെച്ചിട്ടുണ്ട് സെമിനാർ ചെയ്യാനുള്ള, അത് നിങ്ങൾ എനിക്ക് ചെയ്തു തരില്ലേ. അപ്പോൾ ഡുവാൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തെല്ലാം തരാം, പക്ഷേ നീ നാളെ രാവിലെ 6:30 ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോരും, ഞാൻ നിന്നെ പറഞ്ഞ് ഹെൽപ്പാക്കി തരാം സെമിനാർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെല്ലാം പറഞ്ഞ് ഡുവാൻ നേരെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഡുവാൻ അങ്ങനെയെല്ലാം പറഞ്ഞ് ഡുവാനെ കാണാനുള്ള സന്തോഷത്തിൽ സംക്ഷി ഒരുപാട് അലാറമെല്ലാം വെച്ച് അവിടെ വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. സംക്ഷി പോലും അറിയാതെ സംക്ഷിയുടെ ഉള്ളിൽ ഡുവാനോട് ഒരല്പം ഇഷ്ടം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സംക്ഷി തന്നെ അറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഇതെല്ലാമാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ ഫസ്റ്റ് എപ്പിസോഡിൽ ഉള്ളത്.